ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നടത്താൻ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് സുഖമായിട്ട് 40,000 മുതൽ ഏകദേശം 80,000 രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ വേണ്ടി സാധിക്കുക. എങ്ങനെയാണെന്നല്ല എല്ലാ കാര്യവും നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. സോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി വന്നത് മൊബൈൽ ടവർ പ്ലാന്റേഷനിങ്ങിനെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന മൊബൈൽ ടവർ പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷനെ കുറിച്ചാണ്. സോ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു മൊബൈൽ ടവറിന് വഴി ഈ ഒരു ഓണറിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം മൊബൈൽ ടവർ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഓണറിന് എത്ര രൂപ വരെ മാസം റെൻറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടുമെന്ന്? സോ നിങ്ങൾ വിചാരിക്കണമെങ്കിൽ അപ്പുറമാണ് ഈ ഒരു മൊബൈൽ ടവറിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത്. സോ മൊബൈൽ ടവറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് ഈ 2024 അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വലിയ രീതിയിൽ വാസ്റ്റായിട്ട് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം മൊബൈൽ ടവറിംഗ് എന്ന് പറയുന്നത്. മെയിൻലി ഇപ്പോൾ 5G കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ അവർ മാക്സിമം ഉള്ള ഏരിയയിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്ത് മൊബൈൽ ടവറിംഗ് സ്ഥാപിക്കാൻ വേണ്ടി നോക്കും, അവിടെ 5G ലഭിക്കാൻ. സോ സിമ്മുകൾ തമ്മിലൊരു കോമ്പറ്റീഷനാണ് ഇതിലെ മെയിനായിട്ടുള്ള കാരണം. സോ നമുക്ക് ഈ ഒരു മൊബൈൽ ടവറിംഗ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിൽ വലിയ ഫോർമാലിറ്റീസ് കാര്യങ്ങളും വലുതായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വലുതായിട്ടൊന്നുമില്ല. സോ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കുറച്ച് സ്ഥലമാണ് സ്വന്തം പേരിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ടെറസിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു സ്ഥലം. സോ ഒരു ടവർ സ്ഥാപിക്കാൻ ഏകദേശം നിങ്ങൾക്ക് ഉദ്ദേശിക്കുമ്പോൾ നല്ല സ്ഥലമൊന്നും വേണ്ട. ഒരു വീടിൻ്റെ മുകളിലാണെങ്കിൽ ഒരു 500 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ മുകളിൽ പറയുന്നത്. അതേപോലെ തന്നെ ലാൻഡ് ഏരിയയിലാണെങ്കിൽ 2000 വരെയാണ് മാക്സിമം പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു മൊബൈൽ ടവറിന് സ്ഥാപിക്കുക. സോ നിങ്ങൾ വിചാരിക്കും പോലെ ഇതൊരു സിം കമ്പനിക്കാർ അല്ലെങ്കിൽ ഐഡിയ കമ്പനിക്കാർ അല്ലെങ്കിൽ ജിയോ കമ്പനിക്കാർ ഡയറക്റ്റായിട്ട് വന്ന് പ്ലാന്റ് ചെയ്യുന്നതല്ല. സോ ഇതിന് ഓരോ ഏജൻസികളുണ്ട്. ഏജൻസി മുഖേന്ദ്രമാണ് ഒരു മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത്. സോ ആ ഒരു ഏജൻസിയാണ് ഏത് സിമ്മിനാണോ കൊടുക്കുന്നത് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. സോ അടുത്ത എന്തെല്ലാം ക്രൈറ്റീരിയ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളെല്ലാം പറയുന്നത് പോലെ തന്നെ ഈ ഒരു നാട്ടുകാരുടെ ഒരു സമ്മതം വേണം. സോ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്തുള്ള നെയ്ബേഴ്സ് അല്ലെങ്കിൽ ഉള്ള ഏരിയയിലുള്ള ആ ഒരു ഏരിയയിലുള്ള നെയ്ബേഴ്സിൻ്റെ ഒരു സമ്മതം വേണം. അതാണ് ഒന്നാമത്തെ കാര്യം. സോ നിങ്ങൾക്ക് വലിയ അവിടെ പരിചയമുള്ള ഒരു സ്ഥലമാണെങ്കിൽ, സോ നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അവർ എന്തായിരുന്നാലും ഓക്കെ പറയും. സോ അവരെ ഒരു സമ്മതം വേണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഏജൻസിക്കാർ അവിടെ സർവേ എടുക്കാൻ വരും, NOC എടുക്കാൻ വരും. അപ്പോൾ അവർ ആരെങ്കിലും നോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ വെച്ച് കട്ടാവും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് ആണ്. സോ നിങ്ങളാണ് ലാൻഡ് ഓണറെന്നും അവർ ആ ഒരു ഏജൻസി എത്ര വർഷമാണ് കാലാവധി എല്ലാം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു എഗ്രിമെൻറ്റ് നിങ്ങൾ തന്നെ തയ്യാറാക്കണം. പിന്നെ അടുത്തായിട്ടുള്ളതിന് മെയിൻ കാര്യം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒരു പെർമിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു മൊബൈൽ ടവർ ഇൻസ്റ്റാളേഷനുള്ള സംഭവം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്ത കാര്യമാണ്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, 2000-2500 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നാട്ടുകാരുടെ കോർപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ ഒരു മൊബൈൽ ടവർ എന്ന് പറയുന്നത്. നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആയാലും നിങ്ങൾക്കൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇൻകം സുഖമായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്ത് വീട്ടിൽ ഇരുന്ന് തന്നെ കിട്ടും. നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, നമ്മളത് എഗ്രിമെൻറ്റ് ചെയ്ത് ഒരു മൊബൈൽ ടവർ കൺസ്ട്രക്ഷന് കൊടുക്കുന്നു. വലിയ സ്ഥലം ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട്, അല്ലെങ്കിൽ ഒരു 2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിലും സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു മൊബൈൽ ടവർ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. സോ എന്തിനും ഇപ്പം നിങ്ങൾ ജസ്റ്റ് വൈകിപ്പിക്കേണ്ട ഒന്ന് നോക്കണം. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിജയിച്ചാൽ നിങ്ങൾ വേറെ ലെവലായിട്ട് തന്നെ മാറും. അതേപോലെ തന്നെ പലർക്കുള്ള സംശയമാണ് എത്ര രൂപ വരെ നമുക്ക് റെൻറ്റ് കിട്ടും, തറവാടക എത്ര കിട്ടും. സോ ആ ഒരു എഗ്രിമെൻറ്റ് നമുക്ക് ഏകദേശം 40,000 രൂപ മിനിമം 40,000 മുതൽ ഏകദേശം 80,000-90,000 രൂപ വരെ അടുപ്പിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സംഭവമാണ്. സോ നിങ്ങൾ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പറഞ്ഞ സംഭവം എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോയി സുഖമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. സോ നിങ്ങൾക്ക് ഒരു സ്വന്തമായി ലാൻഡ് ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോയി ചെയ്തോ. സോ ഇതിപ്പോഴുള്ള നല്ല ബിസിനസ് ഐഡിയ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ ഇത് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, കുറച്ച് ഇതിൻ്റെ പിറകെ ജസ്റ്റ് ഒന്ന് മെനക്കെട്ടാൽ നിങ്ങൾക്ക് സുഖമായിട്ടു കഷ്ടപ്പെടാതെ നമുക്കൊന്നും കിട്ടില്ല. ആ ഒരു ചെറിയ കഷ്ടപ്പാട് അതിൽ 100%-ൽ ഒരു 50% നിങ്ങളൊന്ന് അങ്ങോട്ട് കൊടുത്തു വെക്കുക, റിട്ടേൺ ഉറപ്പായിട്ടും കിട്ടും. സോ ഇതിൽ മികച്ച നല്ല വീഡിയോസ് ടൈം ഈസ് മണി വീണ്ടും വരുന്നതായിരിക്കും. സോ പുതിയ ബിസിനസ് ഐഡിയ പുതിയ കോൺസെപ്റ്റുകളായിട്ട് ടൈം ഈസ് മണി വീണ്ടും വരുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. സോ സൈനിങ് ഓഫ്.